ഫ്രൈഡേ എപ്പോഴും സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒന്ന് മൊഞ്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡിയാക്കിയാലോ. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് സുലേഹ അരി വന്നിട്ട് ഒരു ബൗളിലേക്ക് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് അരിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കാമെന്നാണ് കേട്ടോ. ഇതിന് വേണ്ടി 1 കപ്പ് അളവിന് തേങ്ങ, 1 കപ്പ് ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂണോളം ജീരകം, പെരിഞ്ജീരകമാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ ഉലുവ. ഇതിട്ടിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എനിക്കൊരു പണി പറ്റിയതാ കടുക് ഇട്ട് കൊടുത്തേട്ടാ. എന്തോ ഒരു ഓർമ്മയിൽ അങ്ങ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കടുക് ഇടേണ്ട ആവശ്യമില്ല. ഒരു 3 വറ്റൽമുളകും ഓൾ സ്പൈസസും 3 പച്ചമുളകും 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എന്ന മെഷർമെൻറ്റിൽ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ ഈ ഒരു നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് നേരെ കുക്കർ അടച്ച് ഒരു 5 വിസിൽ നമുക്ക് ഇടാൻ കേട്ടോ. അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോറ് റെഡിയാവും. നല്ലൊരു മണമാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ കുറച്ച് ബീഫ് പെരട്ടും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.